ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബി.ജെ.പി. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുന്നു. അപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് വിവരങ്ങൾ? രജനി, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനു മുന്നോടിയായുള്ള പൊതുസമ്മേളനത്തിന്റെ ഒരുക്കങ്ങളാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളായി ഇപ്പോൾ കാണുന്നത്. ഗോവ മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം കെ സുരേന്ദ്രൻ 12 കിലോമീറ്റർ പദയാത്ര കാസർഗോഡ് ജില്ലയിൽ നടത്തും. നാളെ കണ്ണൂർ ജില്ലയിലാണ്, നാളെ കഴിഞ്ഞും മറ്റന്നാൾ കണ്ണൂർ ജില്ലയിലാണ് പര്യടനം. എന്തായിരുന്നാലും വലിയ വിമർശനങ്ങളാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഒരു യാത്രയിലുടനീളം ഉയർത്തുന്നത്. പ്രത്യേകിച്ച് രാവിലെ മധൂർ ക്ഷേത്രത്തിൽ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ കെ സുരേന്ദ്രൻ തുടർന്ന് ഉച്ചയോടുകൂടി പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ഈ പ്രസ് മീറ്റിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. പ്രത്യേകിച്ച് ഗവർണർക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടി അത് ഏകപക്ഷീയമാണ്. സർക്കാർ സ്പോൺസേഡായി ആണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ ഗുണ്ടകളെ അയക്കുന്നത് എന്നത് ാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തുടനീളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ CPM-ഉം സർക്കാരും നടത്തുന്ന ഒരു വിനീഷ്, തുടരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ബി.ജെ.പി. നീങ്ങുക തന്നെയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന പര്യടനം പദയാത്ര അല്പസമയത്തിനകം തന്നെ കാസർഗോഡ് ആരംഭിക്കും. കേരള പദയാത്ര വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് അതിന് മുന്നോടിയായിട്ട് ചേർന്നിരിക്കുന്നത്. എന്തായാലും വലിയൊരു ജനപ്രവാഹം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും അടുത്ത മാസം 27-ാം തീയതി വരെയാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് പരിപാടി തുടങ്ങുന്നതിന് മുൻപും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് നടക്കുന്ന അതിക്രമങ്ങൾ, ഗവർണർക്കെതിരായ പോരും വിഷയങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. അതൊക്കെ തന്നെ ആയിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ കേരള പദയാത്രയിൽ കാണാൻ പോകുന്നത്. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.